ബാറഖ്മോർ ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ സ്നേഹത്താൽ ആകൃഷ്ടരായി പരിശുദ്ധമായ വചനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ കൂടിയിരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു: ശ്വാസം ശരീരത്തെയും വിശ്വാസം ആത്മാവിനെയും വിലയുള്ളതാക്കുന്നു. ആത്മനിറവുള്ള ആത്മീക മൂല്യമുള്ള ദൈവവചനത്തെ പ്രാർത്ഥനയോടെ നമുക്ക് കൈക്കൊള്ളാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ശിരസ്സുകളെ നമുക്ക് നമിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ത്രിയേക ദൈവമേ, ഈ നല്ല നിമിഷങ്ങളിൽ അങ്ങയുടെ വചനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കുന്നു. നിന്റെ വചനം കാലുകൾക്ക് വിളക്കും ഊട് വഴികൾക്ക് പ്രകാശവുമാണെന്ന് 119 സങ്കീർത്തനത്തിന്റെ 105 വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. മറിയം അങ്ങയുടെ പാദപീഠത്തിൽ ചേർന്നിരുന്ന് വചനം ശ്രവിച്ചു. മറിയം നല്ല പങ്ക് തെരഞ്ഞെടുത്തെന്ന് വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ദൈവമേ, ശുശ്രൂഷയിലൂടെ നല്ല പങ്ക് പരിശുദ്ധ വചനത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമാതാവിന്റെയും സർവവിശുദ്ധന്മാരുടെയും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ പെന്തിക്കൊസ്തി പെരുന്നാളിനെ തുടർന്നു വരുന്ന 9ാമത്തെ വിശുദ്ധമായ ഒരു കർത്തൃദിവസം ഞായറാഴ്ച. ഇന്ന് പിതാക്കന്മാർ നമുക്കായിട്ട് ക്രമീകരിച്ചിട്ടുള്ള വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ നമ്മുടെ കർത്താവിന്റെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള പരിശുദ്ധ വചനഭാഗങ്ങളാണ്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്നവരെല്ലാം തങ്ങളുടെ ജീവിതത്തിലൂടെ ഉയർത്തിപ്പിടിക്കേണ്ട ചില മൂല്യങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങളെ പറ്റി, താഴ്മയുടെ നല്ല പാഠങ്ങളെ പറ്റി തന്റെ ജീവിതത്തിലൂടെ അത് കാട്ടിത്തന്നവൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ചില നല്ല പാഠങ്ങളാണ് ഇന്നത്തെ പരിശുദ്ധമായ വചനത്തിലൂടെ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പരീക്ഷ പ്രമാണിയുടെ ഭവനത്തിൽ അത്താഴത്തിനായി വിരുന്നിനായി കടന്നു വന്ന ക്രിസ്തു. അവിടെ അനേകർ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടുണ്ട്. ആ ക്ഷണിക്കപ്പെട്ടവരിൽ ആ വിരുന്ന് ഭവനത്തിലെ മുഖ്യ സ്ഥലങ്ങളിൽ, മുഖ്യാസനങ്ങളിലേക്ക് ഓടിയെടുക്കുന്നത് കാണുമ്പോൾ കർത്താവ് പറയുന്ന മനോഹരമായ ഒരു ഉപമയാണത്. താഴ്മ എന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന ആത്മീയ ഗുണത്തെ പറ്റി തന്റെ മക്കളെ പഠിപ്പിക്കുന്ന അരുമനാഥൻ. സ്നേഹമുള്ളവരെ, ഈ വചനത്തിൽ പ്രത്യേക ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഈ പരിശുദ്ധമായിരിക്കുന്ന വചനങ്ങളെ പ്രാർത്ഥനയോടെ നാം ധ്യാനിക്കുമ്പോൾ 3 ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിരുന്ന് ഭവനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വർഗീയമായ തിരഞ്ഞെടുപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആഘോഷങ്ങളും ആർഭാടങ്ങളും വിരുന്നുകളുമെല്ലാം നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുന്നുണ്ടോ, ഈ വിരുന്ന് ഭവനങ്ങളും ആഘോഷങ്ങളുമെല്ലാം ക്രിസ്തീയമായ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തീയമായ തിരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മെ മാറ്റിക്കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ മുഖ്യമായ സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തുന്ന ചിലരെ കാണുമ്പോൾ ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വിരുന്ന് ഭവനങ്ങളിൽ തങ്ങളുടെ സ്ഥാനം, തങ്ങളുടെ വില, തങ്ങളെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാനൊക്കെ വ്യഗ്രതപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് കർത്താവ് അവിടെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്.
അവരുടെ പ്രവൃത്തിയിലെ കുറവിനെയാണ്, ആ കുറവ് നമ്മുടെ കുറവായി വരരുതെന്ന് ചിന്തിച്ചിട്ടാണ് കർത്താവ് ആ സമൂഹത്തോട് ഉപമ പറയുന്നത്. ശാന്തമായി ധ്യാനിക്കുക. നമ്മുടെ വിരുന്നുകൾ, നമ്മുടെ കൂടിവരവുകൾ ദൈവികമായിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിന്ന്, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ടോ? നമ്മളൊക്കെ സ്വർഗീയമായ ഒരു വലിയ വിരുന്നിൽ വിശുദ്ധ കുർബാനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവരാണ്. പലപ്പോഴും ദേവാലയത്തിലെ ആരാധനകൾ കഴിഞ്ഞ് അവിടെ നടക്കുന്ന നമ്മുടെ ആത്മീക കൂടിവരവുകളിലെല്ലാം എന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാൻ, എന്റെ വില മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു കാണിക്കാൻ ഞാൻ വ്യഗ്രതപ്പെടുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക്, ജോലി മേഖലകളാണെങ്കിൽ, കുടുംബ ജീവിതങ്ങളാണെങ്കിൽ, ഈ കൂടിവരവുകളിലെല്ലാം ഞാൻ എന്നുള്ള ഭാവത്തെ ഉയർത്തുന്നുണ്ടോ എന്നതാണ്. അപ്രകാരം ആരൊക്കെ ഉയർത്തുന്നുണ്ടോ അവനെല്ലാം താഴെ പതിക്കും, തീർച്ചയാണ്. സ്നേഹമുള്ളവരെ, യോബിന്റെ ശുദ്ധമുള്ള പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനത്തിൽ മറ്റൊരു വിരുന്നിന്റെ അനുഭവം കാണുന്നുണ്ട്. അവിടെ യോബ്, എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ഹൃദയം അകന്നു പോകുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ശിമയോന്റെ ഭവനത്തിൽ കർത്താവ് വരുമ്പോൾ അവിടെ കർത്താവ് ചെയ്യുന്നത് എന്താണ്? ആ ഭവനത്തിൽ കൂടി വന്നവർക്ക് ആവശ്യമായത്, രോഗസൗഖ്യം വേണ്ടവർക്ക് രോഗസൗഖ്യം, കർത്താവിന്റെ വചനം, സ്വർഗീയമായ വചനത്തിലൂടെ അത്ഭുതങ്ങളും ദൈവികമായ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ അനുഭവം. കാനാവിൽ കല്യാണ ഭവനത്തിൽ താഴ്മയുടെ നിറകുടമായ പരിശുദ്ധ അമ്മ എന്താ ചെയ്തത്? അവർക്ക് ആവശ്യമുള്ളത്, അവരുടെ ജീവിതത്തിലെ കുറവിനെ പരിഹരിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഏകജാതന്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്ന അമ്മ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ വിരുന്നുകൾ പഠനശാലകളായിട്ട് മാറണം. അത് ശുദ്ധീകരണത്തിന്റെ സ്ഥലങ്ങളായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടിവരവിലൂടെ സ്വർഗീയമായൊരു തിരഞ്ഞെടുപ്പ് നമുക്കുണ്ടാകണം. രണ്ടാമതായി ഈ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്, നമ്മിലും മാന്യരായവർ ഒരുപക്ഷെ അവിടെ കണ്ടേക്കാം. ഈ ഉപമയിൽ കർത്താവ് പറയുന്നുണ്ട്, നിന്നേക്കാൾ മാന്യനായ മറ്റൊരുവൻ അവിടെ വന്നേക്കാം. അവന് വേണ്ടി ഒരുപക്ഷെ നീ മാറിയിരിക്കേണ്ട അവസ്ഥ ഇതുപോലെ വന്നാൽ നിനക്ക് വരും. ഓർക്കണം, എന്നേക്കാൾ മാന്യനാണ് നീ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. എന്നേക്കാൾ വലിയവനാണ്, മാന്യനാണ് എന്റെ അടുത്തിരിക്കുന്നവനെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ കുറെ കൂടെ അർത്ഥമുള്ളതായി തീരും. മറ്റുള്ളവരെ മാനിക്കാൻ, മറ്റുള്ളവർക്ക് വിലകൾ കൊടുക്കുവാൻ, അവർക്ക് സ്ഥാനം കൊടുക്കുവാൻ നമ്മളൊക്കെ മുതിരണം. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് യോഹന്നാൻ സ്നാപകനെ നമ്മൾ കാണുന്നത്. ഞാനോ കുറയണം, അവനോ വളരണം. ഇതാണ് പ്രിയപ്പെട്ടവരെ താഴ്മയുടെ ഭാവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗീയ തിരുസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ഉയരുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മിലും മാന്യരുള്ളവരെ മാന്യരായിട്ട് കാണാൻ, മറ്റുള്ളവരെ മാന്യരായിട്ട് കാണാൻ നമ്മൾ പ്രിയപ്പെട്ടവരെ പഠിക്കണം. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കിക്കൊണ്ടുവരികയാണ്. മൂന്നാമതായി, നിത്യമായിരിക്കുന്ന ഒരു വിരുന്നിൽ മുഖ്യമായ സ്ഥാനത്തിന് വേണ്ടി യത്നിക്കുന്നവരാകണം. ഈ ഭൂമിയിലെ വിരുന്നുകളിലും ഈ ഭൂമിയിലെ കൂടിവരവുകളിലും അതിൽ മുഖ്യസ്ഥാനത്തെത്താൻ തത്രപ്പെടുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ തത്രപ്പാട്, ഈ ആത്മീയമായ ഒരു ഒരുക്കം നമ്മുടെ ആത്മീകമായിരിക്കുന്ന നിത്യമായ വിരുന്നിൽ എത്തുവാനായിട്ട് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ യത്നിക്കണം. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം, അതിലെനിക്കൊരു ഓഹരി, അതിന്റെ ഒരു സ്വപ്നമായി മാറണം. ആ സ്വപ്നത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ ശുദ്ധമുള്ള സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ സബദിപുത്രന്മാരെ യാക്കോബ് യോഹന്നാനും പറയുന്നുണ്ട്, പിതാവിന്റെ മഹത്വത്തിൽ വരുമ്പോൾ ഞങ്ങളിൽ ഒരുവൻ നിന്റെ ഇടത്തും നിന്റെ വലത്തും ഇരിക്കണം.
കർത്താവ് പറയുന്നുണ്ട്, പിതാവ് ആർക്കായി നൽകപ്പെട്ടിരിക്കുന്നുവോ, വരം നൽകിയിരിക്കുന്നുവോ അവർക്കത് ലഭിക്കും. അപ്പോൾ ആ വരത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നവരായി നമുക്ക് മാറാം. പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. തന്നെ താഴ്ത്താൻ, ദാസവേഷം ധരിച്ച് താഴ്മയുടെ അനുഭവത്തിലൂടെ ജീവിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ പോലും കഴുകിയവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാതൃകയാണ്. ഒന്ന് താഴ്ന്നു കൊടുക്കാൻ ഞാൻ മനസ്സ് വെച്ചാൽ ഒരുപക്ഷെ പല പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയാകും. താഴ്ന്നു കൊടുക്കാൻ മനസ്സുണ്ടോ എങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തും. അതിന് കൂടിവരവ് മുഖാന്തരമാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. താഴ്മയുടെ നല്ല പാഠങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂടിവരവുകളിലൂടെ ദൈവമേ സ്വർഗീയമായത് തെരഞ്ഞെടുക്കുവാൻ, ആത്മീകമായിരിക്കുന്ന ഗുണഗണങ്ങൾ തെരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ മാന്യരായിട്ട് എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, നിത്യമായ ഒരു വിരുന്നിൽ, സ്വർഗരാജ്യാനുഭവത്തിൽ ഞങ്ങൾക്കും ഒരു ഓഹരി നൽകണമേ. ദൈവമേ, കീഴിലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിന്റെ ശുശ്രൂഷകരെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങൾക്ക് അഭയമായി നിന്റെ വചനത്തിന്റെ ശുശ്രൂഷകൾ മുഖാന്തരമാകണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.